പുതുപ്പള്ളിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നന്ദി അറിയിക്കാൻ പുതുപ്പള്ളിയിൽ നാട്ടുകാരെ കാണാൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ്. ചാണ്ടിയുമ്മനെ പ്രവർത്തകർ തോളിലേറ്റി വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് പുതുപ്പള്ളി സാക്ഷ്യം വഹിച്ചത്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ചാണ്ടിയുമ്മന് വല്ലാത്തൊരു സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. കല്ലറയിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തിയതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. നാളെ നിയമസഭാ അംഗമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പുതുപ്പള്ളിയിൽ നിന്നും ആവേശകരമായ ഒരു സ്വീകരണമാണ് നൽകിയത്. മന്ത്രിസഭയിൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ മന്ത്രിസഭയിൽ ഇടം പിടിക്കാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഒരുപക്ഷെ ഈ പ്രവർത്തകർക്കുണ്ടാവുമല്ലേ അഖിൽ? ഡോക്ടർ അനിൽകുമാർ, തീർച്ചയായും അത്തരത്തിലൊരു വിഷമം പ്രവർത്തകർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ചാണ്ടി മന്ത്രിയാവുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്നു. പുതുപ്പള്ളിയിൽ നിന്നും നിരവധി പേരെയും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി അത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ചില കേന്ദ്രങ്ങൾ, അതായത് 6 സ്ഥലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്വീകരണ കേന്ദ്രങ്ങളായി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്ററൊക്കെ ഇറക്കിയിരുന്നു. എന്നാലും ചാണ്ടി അതിനെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. ഇനി അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആളുകൾ കൂടി നിൽക്കുകയാണെങ്കിൽ താൻ അവിടെ ഇറങ്ങില്ല, പക്ഷേ താൻ അവിടെയുള്ള ആളുകളെയൊക്കെ അഭിവാദ്യം വണ്ടിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ അഭിവാദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പോകുന്ന വഴിക്കൊക്കെ ആളുകൾ കൂടുമെന്നുള്ളത് തന്നെയാണ് ഈ പുതുപ്പള്ളിയിലുള്ള കാഴ്ച നമുക്ക് സൂചിപ്പിക്കുന്നത്. നിരവധി ആളുകൾ, അതായത് 100 ആളുകളാണ്, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കം 100 ആളുകളാണ് ഇത്തരത്തിൽ ചാണ്ടിയുമ്മനെ ആവേശമായി സ്വീകരിക്കാൻ, പുതുപ്പള്ളി കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുന്നത് സ്വീകരിക്കാൻ തന്നെ നിരവധി പേർ പ്രവർത്തകരെടുത്തി. അതിൽ നിന്നും കുറച്ചധികം പേർ ചാണ്ടിയുമ്മനൊപ്പം തിരുവനന്തപുരത്തേക്ക് അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പോകുന്ന പല വഴിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അടൂരും അതുപോലെ തന്നെ പല ഇടങ്ങളിലും പല കേന്ദ്രങ്ങളും, അതായത് ചെങ്ങന്നൂരുണ്ട്, അടൂരുണ്ട്, അങ്ങനെ പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ പോകുന്ന വഴിക്ക്, തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് സ്വീകരണം പല സ്ഥലങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ പലയിടങ്ങളിലും സ്വാഭാവികമായും സ്വീകരണങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് എന്തായാലും ചാണ്ടി തിരുവനന്തപുരത്തേക്ക് യാത്രയാവുന്നത്. അതിനും അതായത് നാളെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി അവിടെ എത്തി പുഷ്പാർച്ചന നടത്തുക എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി ചാണ്ടി തിരുവനന്തപുരത്തും പുതുപ്പള്ളി വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ തിരികെ തിരുവനന്തപുരത്തേക്ക് തന്നെ പോവുകയാണ്. ഒപ്പം തന്നെ പുതുപ്പള്ളിയിലെ പ്രവർത്തകരും പോകുന്ന വഴിക്ക് നിന്നും കൂടുതൽ ആളുകളൊക്കെ ചേരും എന്നാണ് സ്വീകരണം ഏറ്റുവാങ്ങി പുതുപ്പള്ളിയിൽ നിന്നും MLA ചാണ്ടിയുമ്മൻ നിയമസഭാ സമാജികനായി ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. വലിയ ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്, അഥവാ ആവേശമായ വരവേൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കൽ കൂടി ചാണ്ടിയുമ്മന്.